നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. താലോലിക്കണമായിരുന്നോ? ആ നിധി പറയുന്ന കേട്ടിട്ടെ അമ്മ ഇങ്ങനെ സംസാരിക്കരുത്. ഞാൻ അതിന് എന്ത് തെറ്റാ ചെയ്തത്? ആ വൃത്തികെട്ട അമലിനെ കാണാൻ പോയത് പിന്നെ നല്ല കാര്യമായിരുന്നോ? നീ എന്തിനാ ഇവിടെ അലമാരയിൽ ഇരുന്ന പണം എടുത്ത് അവന് കൊണ്ട് കൊടുത്തത്? എന്തുണ്ടെങ്കിലും എന്നോട് പറയുന്നവളല്ലേ നീ. ഇത് മറച്ചു വെച്ചത് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് നിനക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടല്ലേ? എന്റെ അമ്മ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തല്ലേ. സത്യത്തിൽ അതൊന്നും അല്ല അവിടെ സംഭവിച്ചേ. ശിവാനി വേണ്ട, ഇനിയും നീ എന്നോട് കള്ളം പറയാൻ നോക്കണ്ട. എല്ലാവരും നിന്നെ എതിർക്കുമ്പോഴും നിന്റെ പക്ഷത്ത് നിന്ന് നിന്നെ സപ്പോർട്ട് ചെയ്തവളാ ഞാൻ. അതെന്തുകൊണ്ടാ? നീ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കരുതിയതുകൊണ്ട്. എന്നിട്ടും നിന്റെ ജീവിതം തന്നെ തുലച്ചവനെ കാണാൻ നീ പോയിന്നറിഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാൻ തന്നെ വെറുത്തുപോയി. എല്ലാവരുടെ മുന്നില് നീ എന്നെ നാണം കെടുത്തിയില്ലേ? അമ്മ ഇപ്പൊ തന്നെ വസുന്ധര മാഡം ഒരു ഐഡിയ പറഞ്ഞു തന്നതല്ലേ, ജീവിക്കാൻ ഒരു വഴി, രക്ഷപ്പെടാൻ ഒരു മാർഗം. എന്നിട്ട് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? പാതി വഴിയിൽ അതും കൊണ്ട് കളഞ്ഞു. ആ പ്രണവിനെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കിയെടുത്ത് അവനെ കല്യാണവും കഴിച്ച് ഈശ്വരമംഗലം വീട്ടിലെ മരുമകളായി അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു വഴിയാ വസുന്ധര മേഡം കാണിച്ചു തന്നത്. എന്നിട്ട് നീ അതും കളഞ്ഞ് നീ ആ അമലിന്റെ പുറകെ പോവുകയും ചെയ്തു. സത്യത്തില് നടക്കുന്നൊന്നും അറിയാതെ അമ്മ ഈ സംസാരിക്കുന്നേ. പ്രണവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തിക്കൊണ്ടിരുന്നതാ. പക്ഷെ പ്രണവും ഞാനുമായിട്ട് അടുക്കുന്നുവെന്ന് ആ അമൽ എങ്ങനെയോ മണത്തറിഞ്ഞു. അവന് കുറച്ച് പണം കൊടുത്തില്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ചെന്ന് പ്രണവിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു അവൻ. അവനെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടിട്ടാ ഞാൻ 1 ലക്ഷം രൂപ എടുത്ത് അവനെ കൊണ്ടുപോയി കൊടുത്തത്.